നല്ലൊരു ശതമാനം ബ്രസ്റ്റ് ക്യാൻസറും തുടക്കത്തിൽ സംശയിക്കുന്നത് സ്ത്രീകൾ സ്വന്തം തന്നെയാണ്. അത് ഡോക്ടറോ നേഴ്സോ സ്കാനിങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, അവർ സ്വയം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് അറിയില്ല എങ്ങനെയാണ് ബ്രസ്റ്റ് സ്വന്തം പരിശോധിക്കുക എന്നുള്ളത്. ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് സ്ക്രീനിങ് പ്രോഗ്രാം നല്ല രീതിയിലില്ല. പല ആളുകൾക്കും വർഷം തോറും മാമോഗ്രഫി ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. പക്ഷെ അവർക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. അതിന് ബേസിക് നോളജ് നമ്മൾ അക്വയർ ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. സ്ഥലം പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പീരീഡ്സ് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച 5 മുതൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് നമ്മൾ നോക്കണം. 2 സൈഡിലെ ബ്രസ്റ്റിൽ തമ്മിൽ ഷേപ്പിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ നോക്കണം. അതുപോലെ തന്നെ നിപ്പിളിൽ വല്ല കുഴിഞ്ഞ് പോകുന്ന രീതിയിലുണ്ടോ നോക്കണം. അതുപോലെ മറ്റുള്ള നിപ്പിളല്ലാത്ത തൊലിയിൽ കുഴിവോ ചുളിവോ അല്ലെങ്കിൽ ചെറിയ ചിത്രത്തിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കണം. അതുപോലെ കക്ഷവും നമ്മൾ ജസ്റ്റ് പരിശോധിക്കണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് ഇതേ കാര്യങ്ങൾ വീണ്ടും നോക്കണം. അതുപോലെ നമ്മൾ വലത് കൈ കൊണ്ട് ഇടത് സ്ഥലത്തിലെ ഒരു സർക്കുലർ ആയിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ നിപ്പിൾ നോക്കണം. സെയിം കാര്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ എല്ലാ മാസവും നോക്കുന്നത് കൊണ്ട് പുതിയ മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കാണിച്ച് നമ്മൾ അതിനുള്ള തുടർന്നുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. മാസത്തിലുള്ള ഈ 5 മിനിറ്റ് പരിശോധന ഏറ്റവും നല്ല ഒരു പ്രതിരോധമാണ്. നമ്മളെ കൈ തന്നെയാണ് നമ്മളെ ആയുധം. ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. പല ആളുകളും ഇങ്ങനെ മനസ്സിലാക്കി ഇത് ചെയ്തിട്ട് ചെറിയ ചെറിയ തടിപ്പുകൾ വന്നിട്ട് നമ്മളടുത്ത് വരാറുണ്ട്. അത് നമുക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടുള്ളതാകില്ല. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് വലിയ രോഗം ഇല്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ മാസത്തിലെ മിനിമം 5 മിനിറ്റ് നല്ല രീതിയിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ ഷെയർ ചെയ്യുക. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മളെ ഒരുപക്ഷെ ആളുകളെ ജീവൻ രക്ഷിക്കുന്നത്.